ഹലോ. അമ്മയും അമ്മയുടെ ചേച്ചിയും അതേപോലെ എൻ്റെ ചേച്ചിയുടെ മോനും പിന്നെ അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ 2 ദിവസം നിന്നു. ഒരു ദിവസം എന്ന് പറഞ്ഞ് വന്നാൽ എൻ്റെ നിർബന്ധപ്രകാരം ഒരു ദിവസം കൂടെ നിന്നു കേട്ടോ. അപ്പോൾ അവരിന്ന് വീട്ടിൽ പോവാണ് തിരിച്ച്. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് KSRTC സ്റ്റാൻഡിൽ പോവാണ്. അപ്പോൾ 2:30-ക്കാണ് ബസ്, 2:40-നാണ് ബസ്. മല്ലപ്പള്ളി പത്തനംതിട്ട പോകുന്ന ബസ്സാണ്. അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെ മോടെ വീട് അടുത്താണ്. അപ്പോൾ അവിടുന്ന് അമ്മയെ ഞങ്ങൾക്ക് പിക്ക് ചെയ്യണമായിരുന്നു. മുക്കൂറിലമ്മ, അതായത് അമ്മയുടെ ചേച്ചിയെ മുക്കൂറിലമ്മ എന്ന് വിളിക്കുന്നത് മുക്കൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ പേരിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അവിടുത്തെ അമ്മയുടെ മുക്കൂറിലമ്മ അങ്ങനെ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 90s കിഡ്സിനൊക്കെ അത് നമുക്ക് റിലേറ്റഡ് ആവും. കുറേ പേര് അങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം പുല്ലാട്ടമ്മ അങ്ങനെ കുറേ പേര് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിശയമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അവരങ്ങനെ ബസ്സിൽ കയറി. ഹലോ ഗൈസ്, എവിടെ പോവാ? എങ്ങനെ പോകുന്നു? ട്രെയിനിന് പോകുന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നിന്റെ കഴുത്തേ കിട്ടുന്നുള്ളൂ. ട്രെയിനിന് പോകുന്നു. അപ്പോൾ ബസ്സിന് പോകാനുള്ള തീരുമാനം ഞങ്ങൾ മാറ്റി. പാലരുവിക്ക് ട്രെയിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ്സിൽ കയറാൻ പോയവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ബ്രെയിൻ വാഷ് ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ട്രെയിന് ലേറ്റായിട്ടാണ് പോകുന്നത്. അതിൻ്റെ സമയത്ത് തന്നെ, അതായത് 4 മണിക്കാണ് ട്രെയിൻ വിടുന്നത്. പക്ഷേ ബസ് 2:40-നാണെങ്കിൽ പോലും ബസ് വന്നപ്പോൾ കുറേ ലേറ്റായി. 3:15 ആയി അത് വന്നപ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഇനിയും പോയി അതേ കയറി അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ട്രെയിന് പോകാം, ഇപ്പോൾ പോയാൽ സീറ്റും കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടിക്കറ്റിൻ്റെ എമൗണ്ടും കുറവാണ്. ബസ്സിനെ അപേക്ഷിച്ച് ട്രെയിനും വളരെ കുറവാണ്. കാരണം 3 പേർക്ക് എടുക്കുന്ന ടിക്കറ്റും അതിൽ ഒരാളുടെ ടിക്കറ്റ് ആവുന്നുള്ളൂ ഈ 3 പേർക്ക് കൂടെ ട്രെയിന് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അവരെല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ ഓക്കെ ആയിരുന്നു. പിന്നെ ട്രെയിൻ ആകുമ്പോൾ നമുക്ക് കാൽ നീട്ടി ഇരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കുകയോ എന്തൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇവിടുന്ന് തിരക്കില്ലെങ്കിലും അങ്ങോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർക്ക് ചായയൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അവരോട് ഇരുന്നു. ട്രെയിൻ വിട്ട ശേഷമാണ് ഞങ്ങൾ പിന്നെ പോയത്. അപ്പോൾ നീരും അവരുടെ കൂടെ പോവുകയാണ്, അല്ലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് എന്നുള്ള ഇതിലാണ് ട്രെയിനിലൊക്കെ കയറി ഇരിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് അവർ മാത്രമേ പോകുന്നുള്ളൂ, ഞങ്ങൾ പോകുന്നില്ല. അപ്പം കൂക്കുവണ്ടി പോകാമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും വണ്ടി ഇങ്ങനെ നീങ്ങിപ്പോകുമ്പോൾ ഒരു സങ്കടം തോന്നും. അമ്മ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇത്ര ദൂരമായിട്ട് ശരിക്കും പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അമ്മയെന്ന് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല സങ്കടം വരും. പക്ഷേ പണ്ടത്തെ പോലെ ഞാനങ്ങനെ കരയൊന്നുമില്ല കേട്ടോ. അങ്ങനെ വിഷമം ഉണ്ടെങ്കിലും ഞാനതൊക്കെ ഉള്ളിലങ്ങ് ഒതുക്കും. ചേട്ടനെ വണ്ടി കയറ്റി വിട്ടു അല്ലേ? ഇല്ലേ? അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. കൽപ്പാത്തിയിലാണ് പോയത്. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ദാഹം. എനിക്കും കുഞ്ഞിനുമാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ ഭയങ്കര ദാഹമാണ്. അപ്പോൾ അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാഗങ്ങ വെള്ളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു സർബത്ത് കുടിക്കാനായിട്ട് കയറിയാണ്. ഏട്ടനൊരു സോഡാ നാരങ്ങ, ഞാനൊരു സോഡ സർബത്തുമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സോഡാ നാരങ്ങ എന്ന് പറഞ്ഞുണ്ടല്ലോ ഉപ്പാണ് ഇട്ട് തരുന്നത് പാലക്കാട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ അച്ചാച്ചനും അമ്മയൊക്കെ വരുമ്പോൾ എപ്പോഴും സോഡാ നാരങ്ങ വാങ്ങിക്കുമ്പോൾ ഉപ്പ് മാത്രമായിരിക്കും. കാരണം നമുക്ക് മധുരം ഇട്ട് തരില്ല ഇവർ സോഡാ നാരങ്ങ എന്ന് വെച്ചാൽ ഉപ്പാണ് ഇവിടെ ഇട്ട് തരുന്നത്. അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ സോഡാ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഉപ്പും മധുരവും ഇടും. പിന്നെ ആ സോഡയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ സോഡ നാരങ്ങ കുടിക്കാറേ ഇല്ല. കാരണം ഫുൾ ഉപ്പായാണ് ഞാൻ കുടിക്കാറില്ല. അല്ലെങ്കിൽ സോഡ സർബത്ത് കുടിക്കും, അതാകുമ്പോൾ മധുരം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ സോഡാ നാരങ്ങ ടെസ്റ്റ് ചെയ്തത് അവനാണ്. പിന്നെ പകുതി അവനാണ് കുടിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അപ്പോൾ കൽപ്പാത്തിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ പോയത് കപിലവസ്തുവിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കപിലവസ്തു പാലക്കാടുകാർക്ക് അറിയുന്ന ഒരു ഹോട്ടലാണ്. കാരണം KSRTC ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഇത്. അതുപോലെ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒത്തിരി ലേറ്റായി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞും ഉച്ചയ്ക്കൊന്നും ശരിക്കും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവന് നല്ല വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു മസാല ദോശ പറഞ്ഞു, ഞാനൊരു മസാല ദോശ പറഞ്ഞു. പിന്നെ ഏട്ടൻ പറഞ്ഞത് ഒനിയൻ റോസ്റ്റാണ്. ഏട്ടന് ഒനിയൻ റോസ്റ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ റോസ്റ്റ് അവൻ കൈക്കലാക്കി.
അങ്ങനെ അവർ രണ്ടും കൂടെ കഴിക്കുകയാണ്. പിന്നെ അവന് വേണ്ടി ഒരു എക്സ്ട്രാ റോസ്റ്റും കൂടെ പറഞ്ഞു. അത് മുഴുവനൊന്നും കഴിക്കില്ലെങ്കിലും ബാക്കി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പോൾ അവൻ ഈ നോൺ വെജിനോടും അതേപോലെ തന്നെ ബിരിയാണി അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അവൻ ശരിക്കും പാലക്കാടുകാരനാണ്. ദോശയോടും ഇഡ്ഡലിയോടും ചട്നിയോടൊക്കെയാണ് താല്പര്യം. പിന്നെ സാമ്പാറും ഒക്കെ അത്യാവശ്യം കഴിക്കും. അപ്പോൾ അവൻ ദോശയൊക്കെ പിച്ച് ചീന്തുവാണ്. അപ്പം നമ്മുടെ മസാല ദോശയുടെ കൂടെ കിട്ടിയത് എല്ലാത്തിൻ്റെയും കൂടെ ഇത് തന്നെ ചട്നി തന്നെ തരുന്നത് കേട്ടോ. വെള്ള ചട്നി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചുമന്ന ചട്നി ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ള ചട്നിക്കകത്ത് എനിക്കൊന്നും പൊട്ടുകടല അരച്ചിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ആ സൈഡിലെ ചട്നി പോലെ തന്നെ ആയിരുന്നു അത് കേട്ടോ. ഇവിടെ പൊതുവേ ചട്നിക്കകത്ത് പൊരികടല എന്നൊക്കെ പറയുന്ന അത് അരയ്ക്കും. അപ്പോൾ ഒരു കടലയുടെ ടേസ്റ്റ് വരും. പക്ഷേ ഇതില്ലായിരുന്നു, ഇതിനകത്ത് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കണ്ട കേട്ടോ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ, എന്നാൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ.